എഡ്യൂക്കേസ്റ്റ് അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. 2024 LDC LGS പരീക്ഷകൾക്കായിട്ട് നമ്മൾ മുൻകാല ചോദ്യപേപ്പറുകൾ നോക്കി വരികയാണ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് കേരള PSC 2017 നടത്തിയ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള ഒരു പരീക്ഷയുടെ ചോദ്യപേപ്പറാണ്. ചോദ്യപേപ്പർ കോഡ് 150/2017. നമുക്ക് ചോദ്യപേപ്പറിലേക്ക് കിടക്കാം. ആദ്യത്തെ ചോദ്യം, തമിഴകത്തിലെ ഐന്തിണൈകളിൽ കൃഷി ചെയ്തിരുന്ന പ്രദേശത്തെ അറിയപ്പെടുന്നത്. തമിഴകത്തിലെ ഐന്തിണൈകളിൽ കൃഷി ചെയ്തിരുന്ന പ്രദേശത്തെ അറിയപ്പെടുന്നത് ഓപ്ഷൻ ബി ആണ് ഉത്തരം, മരുതം. മധ്യകാലഘട്ടത്തിൽ കേരളത്തിൽ വേണാട് എന്നറിയപ്പെട്ടിരുന്ന സ്വരൂപം ഏത്? മധ്യകാലഘട്ടത്തിൽ കേരളത്തിൽ വേണാട് എന്നറിയപ്പെട്ടിരുന്ന സ്വരൂപം ഏത്? ഓപ്ഷൻ എ ആണ് ഉത്തരം, തിരുവിതാംകൂർ. 1865 പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ മഹാരാജാവ്. 1865 പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ മഹാരാജാവ്. ഓപ്ഷൻ സി ആണ് ഉത്തരം, ആയില്യം തിരുനാൾ. തിരുവിതാംകൂറുകാർക്ക് എന്നത് ഏത് പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട മുദ്രാവാക്യമാണ്? തിരുവിതാംകൂറുകാർക്ക് എന്നത് ഏത് പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട മുദ്രാവാക്യമാണ്? ഓപ്ഷൻ എ ആണ് ഉത്തരം, മലയാളി മെമ്മോറിയൽ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ല ഏത്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ല ഏതാണ്? ഓപ്ഷൻ എ ആണ് ഉത്തരം, കണ്ണൂർ. കേരളത്തിൽ തെക്കൻ ഗയ എന്നറിയപ്പെടുന്ന സ്ഥലം ഏത്? കേരളത്തിൽ തെക്കൻ ഗയ എന്നറിയപ്പെടുന്ന സ്ഥലം ഏത്? ഓപ്ഷൻ സി ആണ് ഉത്തരം, തിരുനെല്ലി. തിരുവനന്തപുരം ജില്ലയിലെ വർക്കലയിൽ കണ്ടുവരുന്ന ധാതു നിക്ഷേപം. തിരുവനന്തപുരം ജില്ലയിലെ വർക്കലയിൽ കണ്ടുവരുന്ന ധാതു നിക്ഷേപം. ഓപ്ഷൻ ബി ആണ് ഉത്തരം, ലിഗ്നൈറ്റ്. സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായുള്ള ലൈംഗികാതിക്രമങ്ങൾ തടയുവാനായി സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച പദ്ധതി. സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായുള്ള ലൈംഗികാതിക്രമങ്ങൾ തടയുവാനായി സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച പദ്ധതി. ഓപ്ഷൻ സി ആണ് ഉത്തരം, നിർഭയ. ഇന്ത്യയിലെ ആദ്യത്തെ അന്താരാഷ്ട്ര അപ്പാരൻ പാർക്ക് സ്ഥാപിച്ചത് എവിടെ? ഇന്ത്യയിലെ ആദ്യത്തെ അന്താരാഷ്ട്ര അപ്പാരൻ പാർക്ക് സ്ഥാപിച്ചത് എവിടെയാണ്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, കേരളം. ആലുവയിൽ അദ്വൈതാശ്രമം സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്. ആലുവയിൽ അദ്വൈതാശ്രമം സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം, ശ്രീനാരായണ ഗുരു. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ദേശീയപാത ഏത്? ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ദേശീയപാത ഏത്? ഓപ്ഷൻ ബി ആണ് ഉത്തരം, NH-44. കേരളത്തിലെ അന്തർദേശീയ വിമാനത്താവളങ്ങളുടെ എണ്ണം. കേരളത്തിലെ അന്തർദേശീയ വിമാനത്താവളങ്ങളുടെ എണ്ണം. ഓപ്ഷൻ ഡി ആണ് ഉത്തരം, 4. ബംഗാൾ ഗസറ്റ് ദിനപത്രം ഏത് ഭാഷയിലാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്? ബംഗാൾ ഗസറ്റ് ദിനപത്രം ഏത് ഭാഷയിലാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, ഇംഗ്ലീഷ്. കൊയാലി എണ്ണശുദ്ധീകരണശാല സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. കൊയാലി എണ്ണശുദ്ധീകരണശാല സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. ഓപ്ഷൻ എ ആണ് ഉത്തരം, ഗുജറാത്ത്. കുംഭമേള ആഘോഷിക്കുന്ന സംസ്ഥാനം ഏത്? കുംഭമേള ആഘോഷിക്കുന്ന സംസ്ഥാനം ഏത്? ഓപ്ഷൻ ബി ആണ് ഉത്തരം, ഉത്തർപ്രദേശ്. പവിഴപ്പുറ്റുകളാൽ നിർമ്മിതമായ ഇന്ത്യയുടെ കേന്ദ്രഭരണ പ്രദേശം. പവിഴപ്പുറ്റുകളാൽ നിർമ്മിതമായ ഇന്ത്യയുടെ കേന്ദ്രഭരണ പ്രദേശം. ഓപ്ഷൻ ഡി ആണ് ഉത്തരം, ലക്ഷദ്വീപ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ വാണിജ്യ പൊതുമേഖലാ ബാങ്ക്. ഇന്ത്യയിലെ ഏറ്റവും വലിയ വാണിജ്യ പൊതുമേഖലാ ബാങ്ക്. ഓപ്ഷൻ സി ആണ് ഉത്തരം, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ചത് എത്രാമത്തെ പഞ്ചവത്സര പദ്ധതിയിലാണ്? ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ചത് എത്രാമത്തെ പഞ്ചവത്സര പദ്ധതിയിലാണ്? ഓപ്ഷൻ സി ആണ് ഉത്തരം, 3-ാം പഞ്ചവത്സര പദ്ധതി. ഇന്ത്യയിലെ ആദ്യത്തെ ലൈഫ് ഇൻഷുറൻസ് കമ്പനി. ഇന്ത്യയിലെ ആദ്യത്തെ ലൈഫ് ഇൻഷുറൻസ് കമ്പനി. ഓപ്ഷൻ എ ആണ് ഉത്തരം, ഓറിയന്റൽ ലൈഫ് ഇൻഷുറൻസ് കമ്പനി. ഗവൺമെൻറ്റിൻ്റെ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ചിഹ്നം ഏത് മൃഗമാണ്? ഗവൺമെൻറ്റിൻ്റെ
മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ചിഹ്നം ഏത് മൃഗമാണ്? ഓപ്ഷൻ ബി ആണ് ഉത്തരം, സിംഹം. 1917 ചമ്പാരനിൽ ഗാന്ധിജി ഏത് വിഭാഗം കർഷകരുടെ സമരത്തിൽ പങ്കെടുത്തുകൊണ്ടാണ് പൊതുപ്രവർത്തനം ആരംഭിച്ചത്? 1917 ചമ്പാരനിൽ ഗാന്ധിജി ഏത് വിഭാഗം കർഷകരുടെ സമരത്തിൽ പങ്കെടുത്തുകൊണ്ടാണ് പൊതുപ്രവർത്തനം ആരംഭിച്ചത്? ഓപ്ഷൻ സി ആണ് ഉത്തരം, നീലം. ഇന്ത്യയിൽ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ആരംഭിച്ചത് എവിടെ? ഇന്ത്യയിൽ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ആരംഭിച്ചത് എവിടെ? ഓപ്ഷൻ എ ആണ് ഉത്തരം, തിരുവനന്തപുരം. ഒളിമ്പിക്സിൽ വനിതാ ബാഡ്മിൻ്റണിൽ വെള്ളി നേടുന്ന ആദ്യ ഇന്ത്യക്കാരി? ഒളിമ്പിക്സിൽ വനിതാ ബാഡ്മിൻ്റണിൽ വെള്ളി നേടുന്ന ആദ്യ ഇന്ത്യക്കാരി? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, PV സിന്ധു. ബ്രിട്ടീഷ് ഗവൺമെൻറ് ലണ്ടനിലെ ജെയിംസ് പാലസിൽ വിളിച്ചു ചേർത്ത വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിജി പങ്കെടുത്ത വർഷം? ബ്രിട്ടീഷ് ഗവൺമെൻറ് ലണ്ടനിലെ ജെയിംസ് പാലസിൽ വിളിച്ചു ചേർത്ത വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിജി പങ്കെടുത്ത വർഷം? ഓപ്ഷൻ ബി ആണ് ഉത്തരം, 1931. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനായി രൂപീകരിക്കപ്പെട്ട വിപ്ലവ പ്രസ്ഥാനമായ ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമിയുടെ നേതാവ്? ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിനായി രൂപീകരിക്കപ്പെട്ട വിപ്ലവ പ്രസ്ഥാനമായ ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമിയുടെ നേതാവ്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, സൂര്യ സെൻ. ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ അധ്യക്ഷൻ ആരായിരുന്നു? ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ അധ്യക്ഷൻ ആരായിരുന്നു? ഓപ്ഷൻ എ ആണ് ഉത്തരം, ഫസൽ അലി. റൂർക്കേല ഇരുമ്പുരുക്ക് വ്യവസായശാല ഏത് രാജ്യത്തിൻ്റെ സഹായത്തോടെയാണ് സ്ഥാപിച്ചത്? റൂർക്കേല ഇരുമ്പുരുക്ക് വ്യവസായശാല ഏത് രാജ്യത്തിൻ്റെ സഹായത്തോടെയാണ് സ്ഥാപിച്ചത്? ഓപ്ഷൻ സി, ജർമ്മനിയാണ് ശരിയായ ഉത്തരം. ഇന്ത്യ അടുത്തിടെ വിക്ഷേപിച്ച ഗതിനിർണയ ഉപഗ്രഹം ഏത്? ഇന്ത്യ അടുത്തിടെ വിക്ഷേപിച്ച ഗതിനിർണയ ഉപഗ്രഹം ഏത്? ഓപ്ഷൻ ബി ആണ് ഉത്തരം, IRNSS. കേരള സാഹിത്യ അക്കാദമി ഇപ്പോഴത്തെ പ്രസിഡന്റ്? കേരള സാഹിത്യ അക്കാദമി ഇപ്പോഴത്തെ പ്രസിഡന്റ് പ്രൊഫസർ കെ സച്ചിദാനന്ദനാണ് കേരള സാഹിത്യ അക്കാദമി ഇപ്പോഴത്തെ പ്രസിഡന്റ്. കേരള ലിങ്കൺ എന്നറിയപ്പെടുന്ന അരേ സമാജ സ്ഥാപകൻ ആര്? കേരള ലിങ്കൺ എന്നറിയപ്പെടുന്ന അരേ സമാജ സ്ഥാപകൻ ആര്? ഓപ്ഷൻ എ ആണ് ഉത്തരം, പണ്ഡിറ്റ് KP കറുപ്പൻ. ഭരണഘടനയിലെ യൂണിയൻ ലിസ്റ്റിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന വിഷയം? ഭരണഘടനയിലെ യൂണിയൻ ലിസ്റ്റിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന വിഷയം? ഓപ്ഷൻ എ ആണ് ഉത്തരം, കസ്റ്റംസ് തീരുവ. അയ്യപ്പൻ കുഞ്ഞൻപിള്ള എന്നീ പേരുകളിൽ അറിയപ്പെട്ടിരുന്ന സാമൂഹ്യ പരിഷ്കർത്താവ്? അയ്യപ്പൻ കുഞ്ഞൻപിള്ള എന്നീ പേരുകളിൽ അറിയപ്പെട്ടിരുന്ന സാമൂഹ്യ പരിഷ്കർത്താവ്? ഓപ്ഷൻ സി ആണ് ഉത്തരം, ചട്ടമ്പി സ്വാമികൾ. ഇന്ത്യയുടെ പൂർവ്വതീര സമതലത്തിൻ്റെ തെക്ക് ഭാഗം അറിയപ്പെടുന്നത്? ഇന്ത്യയുടെ പൂർവ്വതീര സമതലത്തിൻ്റെ തെക്ക് ഭാഗം അറിയപ്പെടുന്നത്? ഓപ്ഷൻ ബി ആണ് ഉത്തരം, കോറമാൻഡൽ തീരം. ഉത്തരേന്ത്യയിൽ അതികഠിനമായ ചൂടിന് കാരണമാകുന്ന ഉഷ്ണക്കാറ്റ് ഏത്? ഉത്തരേന്ത്യയിൽ അതികഠിനമായ ചൂടിന് കാരണമാകുന്ന ഉഷ്ണക്കാറ്റ് ഏത്? ഓപ്ഷൻ സി ആണ് ഉത്തരം, ലൂ. ഭഗീരഥി ഏത് ഇന്ത്യൻ നദിയുടെ പോഷക നദിയാണ്? ഭഗീരഥി ഏത് ഇന്ത്യൻ നദിയുടെ പോഷക നദിയാണ്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, ഗംഗ. ജോഗ് വെള്ളച്ചാട്ടം ദക്ഷിണേന്ത്യയിലെ ഏത് നദിയിലാണ്? ജോഗ് വെള്ളച്ചാട്ടം ദക്ഷിണേന്ത്യയിലെ ഏത് നദിയിലാണ്? ഓപ്ഷൻ എ ആണ് ഉത്തരം, ശരാവതി. ഇന്ദിരാഗാന്ധി കനാൽ പദ്ധതിയുടെ ഗുണഭോക്തൃ സംസ്ഥാനം ഏത്? ഇന്ദിരാഗാന്ധി കനാൽ പദ്ധതിയുടെ ഗുണഭോക്തൃ സംസ്ഥാനം ഏത്? ഓപ്ഷൻ ബി ആണ് ഉത്തരം, രാജസ്ഥാൻ. ഇന്ത്യയിലെ പ്രധാന രാസവള ഉൽപ്പാദന കേന്ദ്രം? ഇന്ത്യയിലെ പ്രധാന രാസവള ഉൽപ്പാദക കേന്ദ്രം? ഓപ്ഷൻ എ ആണ് ഉത്തരം, പിംപ്രി. ചെമ്പ് നിക്ഷേപം ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം? ചെമ്പ് നിക്ഷേപം ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, രാജസ്ഥാൻ. നാഥുല ചുരം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? നാഥുല ചുരം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? ഓപ്ഷൻ ബി ആണ് ഉത്തരം,
സിക്കിം. ഭരണഘടനയുടെ ആമുഖത്തിന് ഏത് രാജ്യത്തെയാണ് ഇന്ത്യ മാതൃകയാക്കിയിട്ടുള്ളത്? ഭരണഘടനയുടെ ആമുഖത്തിന് ഏത് രാജ്യത്തെയാണ് ഇന്ത്യ മാതൃകയാക്കിയിട്ടുള്ളത്? ഓപ്ഷൻ എ ആണ് ഉത്തരം, അമേരിക്ക. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ അരുൺ കുമാർ മിശ്രയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ. വിവരാവകാശ നിയമപ്രകാരം വ്യക്തിയെയോ ജീവനെയോ സ്വാതന്ത്ര്യത്തെയോ ബാധിക്കുന്ന വിവരങ്ങൾ പൊതുവിവരാവകാശ ഉദ്യോഗസ്ഥൻ നൽകേണ്ട സമയപരിധി. വിവരാവകാശ നിയമപ്രകാരം വ്യക്തിയെയോ ജീവനെയോ സ്വാതന്ത്ര്യത്തെയോ ബാധിക്കുന്ന വിവരങ്ങൾ പൊതുവിവരാവകാശ ഉദ്യോഗസ്ഥൻ നൽകേണ്ട സമയപരിധി. ഓപ്ഷൻ ബി ആണ് ഉത്തരം, 48 മണിക്കൂർ. മറ്റൊരാളുടെ ഇമെയിൽ അഡ്രസ്സോ ഫോൺ നമ്പറോ മോഷ്ടിച്ച് അതുവഴി നടത്തുന്ന തട്ടിപ്പിലൂടെയുള്ള സൈബർ ക്രൈം. മറ്റൊരാളുടെ ഇമെയിൽ അഡ്രസ്സോ ഫോൺ നമ്പറോ മോഷ്ടിച്ച് അതുവഴി നടത്തുന്ന തട്ടിപ്പിലൂടെയുള്ള സൈബർ അക്രമം. ഓപ്ഷൻ എ, സ്പൂഫിംഗ്. സൈബർ ടെററിസം തടയുന്നതിനായുള്ള IT ആക്ടിലെ വകുപ്പ്. സൈബർ ടെററിസം തടയുന്നതിനുള്ള IT ആക്ടിലെ വകുപ്പ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം, 66F. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ വനിതാ കോടതി സ്ഥാപിതമായ സംസ്ഥാനം. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ വനിതാ കോടതി സ്ഥാപിതമായ സംസ്ഥാനം. ഓപ്ഷൻ എ, പശ്ചിമ ബംഗാളാണ് ശരിയായ ഉത്തരം. സ്ത്രീ സുരക്ഷാ നിയമത്തിൽ സ്ത്രീകളെ മാനസികവും ശാരീരികവുമായ പീഡനത്തിനെതിരെ പ്രതിപാദിച്ചിരിക്കുന്ന വകുപ്പ് ഏത്? സ്ത്രീ സുരക്ഷാ നിയമത്തിൽ സ്ത്രീകളെ മാനസികവും ശാരീരികവുമായ പീഡനത്തിനെതിരെ പ്രതിപാദിച്ചിരിക്കുന്ന വകുപ്പ് ഏത്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, 498 IPC. നിയമവിരുദ്ധമായി ഒരു വ്യക്തിയെ തടവിൽ വയ്ക്കുന്നത് തടയുക എന്ന ഉദ്ദേശത്തോടെ ഹൈക്കോടതിയോ സുപ്രീം കോടതിയോ പുറപ്പെടുവിക്കുന്ന റിട്ട്. നിയമവിരുദ്ധമായി ഒരു വ്യക്തിയെ തടവിൽ വയ്ക്കുന്നത് തടയുക എന്ന ഉദ്ദേശത്തോടെ ഹൈക്കോടതിയോ സുപ്രീം കോടതിയോ പുറപ്പെടുവിക്കുന്ന റിട്ട്. ഓപ്ഷൻ ബി ആണ് ഉത്തരം, ഹേബിയസ് കോർപ്പസ്. ചരക്ക് സേവന നികുതി ബിൽ പാർലമെൻറ്റ് പാസാക്കിയ വർഷം. ചരക്ക് സേവന നികുതി ബിൽ പാർലമെൻറ്റ് പാസാക്കിയ വർഷം. ഓപ്ഷൻ എ ആണ് ഉത്തരം, 2016 ഓഗസ്റ്റ്. കണ്ടൽ വനവിസ്തൃതിയിൽ ഇന്ത്യയിൽ 1-ാം സ്ഥാനത്തുള്ള സംസ്ഥാനം. കണ്ടൽ വനവിസ്തൃതിയിൽ ഇന്ത്യയിൽ 1-ാം സ്ഥാനത്തുള്ള സംസ്ഥാനം. ഓപ്ഷൻ സി ആണ് ഉത്തരം, പശ്ചിമ ബംഗാൾ. 46ാമത് അന്താരാഷ്ട്ര ഭൗമദിനം ആചരിച്ചത് എവിടെ? 46ാമത് അന്താരാഷ്ട്ര ഭൗമദിനം ആചരിച്ചത് എവിടെ? ഓപ്ഷൻ സി ആണ് ഉത്തരം, ന്യൂയോർക്ക്. 53ാമത് അന്താരാഷ്ട്ര ഭൗമദിനം 2023 ആചരിച്ചത് ഐവറി കോസ്റ്റിലായിരുന്നു. 2016 സാഹിത്യത്തിനുള്ള നോബൽ പുരസ്കാര ജേതാവ്. 2016 സാഹിത്യത്തിനുള്ള നോബൽ പുരസ്കാര ജേതാവ്. ഓപ്ഷൻ സി ആണ് ഉത്തരം, ബോബ് ഡീലൻ. 2023 സാഹിത്യത്തിനുള്ള നോബൽ പുരസ്കാര ജേതാവ് ജോൺ ഫോസെയാണ്. ചന്ദ്രനിൽ നിന്നുള്ള പ്രകാശം ഭൂമിയിലെത്താൻ വേണ്ട സമയം. ചന്ദ്രനിൽ നിന്നുള്ള പ്രകാശം ഭൂമിയിലെത്താൻ വേണ്ട സമയം. ഓപ്ഷൻ എ ആണ് ഉത്തരം, 1.3 സെക്കൻഡ്. ഔഷധ വിതരണ രംഗത്തെ വിദ്യാഭ്യാസ നിരീക്ഷണ സംവിധാനം അറിയപ്പെടുന്നത്. ഔഷധ വിതരണ രംഗത്തെ വിദ്യാഭ്യാസ നിരീക്ഷണ സംവിധാനം അറിയപ്പെടുന്നത്. ഓപ്ഷൻ സി ആണ് ഉത്തരം, ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യ. ജീവനുള്ള ഗ്രഹത്തിനായി എന്ന ആപ്തവാക്യമുള്ള പരിസ്ഥിതി സംഘടന ഏത്? ജീവനുള്ള ഗ്രഹത്തിനായി എന്ന ആപ്തവാക്യമുള്ള പരിസ്ഥിതി സംഘടന ഏത്? ഓപ്ഷൻ എ ആണ് ഉത്തരം, WWF. ISROയുടെ മേൽനോട്ടത്തിൽ അണ്ണാ യൂണിവേഴ്സിറ്റി നിർമ്മിച്ച കൃത്രിമോപഗ്രഹം. ISROയുടെ മേൽനോട്ടത്തിൽ അണ്ണാ യൂണിവേഴ്സിറ്റി നിർമ്മിച്ച കൃത്രിമോപഗ്രഹം. ഓപ്ഷൻ ബി ആണ് ഉത്തരം, അനുസാറ്റ്. പത്മശ്രീ പുരസ്കാരം ലഭിച്ച മലയാളി ഹോക്കി താരം. പത്മശ്രീ പുരസ്കാരം ലഭിച്ച മലയാളി ഹോക്കി താരം. ഓപ്ഷൻ സി ആണ് ഉത്തരം, PR ശ്രീജേഷ്. ഇന്ത്യയുടെ ആസൂത്രണ കമ്മീഷൻ അധ്യക്ഷൻ. ഇന്ത്യയുടെ ആസൂത്രണ കമ്മീഷൻ അധ്യക്ഷൻ. ഓപ്ഷൻ എ ആണ് ഉത്തരം, പ്രധാനമന്ത്രി. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായ വർഷം. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായ വർഷം.
ഓപ്ഷൻ ബി ആണ് ഉത്തരം 1946. അടുത്തു വരുന്ന ചോദ്യങ്ങൾ പോസ്റ്റ് വൈസ് ക്വസ്റ്റ്യൻസ് ആണ്. അത് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.